ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ DMKയുടെ പിന്തുണ തേടി BJP. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണം എന്ന് MK സ്റ്റാലിനെ ഫോണിൽ വിളിച്ച് രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, DMKയുടെ പിന്തുണയ്ക്കുള്ള സാധ്യത എത്രത്തോളമാണ്? നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള DMKയുടെ പിന്തുണ വളരെ കുറവാണ് മാധു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു BJP-കാരനെ അല്ലെങ്കിൽ RSS-കാരനെ ഉപരാഷ്ട്രപതിയായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് ചെയ്യുന്നതെന്ന് DMK വൃത്തങ്ങൾ പറയുന്നു. DMKയുടെ വക്താവ് ഇളങ്കോവന്റെ പ്രതികരണം തന്നെ ഇക്കാര്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഒരു RSS-കാരനെ ഉപരാഷ്ട്രപതിയാക്കുന്നതിന് എന്തിന് പിന്തുണയ്ക്കാം? തമിഴ്നാടിന് ഇതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ഉണ്ടാവില്ല എന്നാണ് ഈ ഇളങ്കോവന്റെ പ്രതികരണം വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഇതോടൊപ്പം YSR കോൺഗ്രസിന് പിന്തുണ തേടാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. YSR കോൺഗ്രസ് അധ്യക്ഷൻ ജഗൻമോഹൻ റെഡ്ഡിയെ കൂടി രാജ്നാഥ് സിംഗ് വിളിക്കുകയും ചെയ്തു. BJD ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയും തേടി ഉള്ള ഒരു നീക്കം BJP നടത്തുന്നുണ്ട്. ഏതായാലും അണ്ണാ DMK വിഷയത്തിൽ ഒരു നിലപാട് ഇതിനോടൊപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അവർ NDAയുടെ ഭാഗമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള 39 MP-മാരും ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണം. ഒരു തമിഴ്നാട്ടുകാരൻ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയ്ക്കും ഉയർന്ന പദവിയിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തമിഴ് വികാരം എന്നുള്ളത് ഉയർത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാരുടെ എല്ലാം പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമമാണ് NDA നടത്തുന്നത്. ഈ അവസരത്തിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തിയാലോ എന്ന ആലോചനകൾ നടത്തുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു നീക്കം. ഇന്ന് വൈകുന്നേരം ചേരുന്ന യോഗം ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കും.